മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചോദ്യം സമയത്തിന് വിലയുണ്ടോ എന്നതാണ്. ഇന്നത്തെ ലോകത്തിൽ വിലപിടിപ്പുള്ള വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം സമയം എന്നുള്ളതാണ്. ചെറിയൊരു പദമാണ്, പക്ഷെ അർത്ഥമാണെങ്കിലോ വിപുലമാണ്. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ ചില ആളുകൾ ഇങ്ങനെ പിറുപിറുതാന്ന് പറഞ്ഞുകൊണ്ട് സ്പീഡിൽ പോകുന്ന കാണാം. അവരോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അയ്യോ അവിടെ പോയാൽ ബസ് കിട്ടുമോ, ആശുപത്രി പോവുകയാണെങ്കിൽ അവിടെ ക്യൂ എങ്ങനെ ആയിരിക്കുമോ, ഇപ്പോൾ കാറ് പോകുന്ന ആളാണെങ്കിൽ അയാൾ ഈ പെട്രോൾ കൊണ്ട് അവിടം വരെ ചെല്ലുമോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിറുപിറാ പറയും. എന്നിട്ട് പറയും ഇതെങ്ങനെ ഇച്ചിരി നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ വീട്ടിലുള്ളവർ സമ്മതിക്കണ്ടേ, അവരും കൂടെ സഹായിച്ചാലല്ലേ പറ്റൂ. ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളും പരിഭ്രമവും മനോവിഷമവുമായിട്ട് സമയത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞ് അങ്ങനെ നടക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യും, പക്ഷേ സമയത്തെക്കുറിച്ച് എന്തെങ്കിലും പ്ലാനിങ് നടത്തിയിട്ടുണ്ടോ? നാളെ ചെയ്യേണ്ട ജോലികൾ ഇന്ന് കുറച്ചൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചൂടെ എന്ന് നമ്മൾ ചോദിച്ചാൽ, നാളെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ ഇന്നത്തെ ഉറക്കം കൂടെ പോയി കിട്ടുമെന്ന് പറയും. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാവുന്നതുണ്ട്. നമ്മൾ വലിയ മൾട്ടി ടാസ്ക് പേഴ്സണാലിറ്റീസ് ഒന്നും അല്ലെങ്കിലും നമ്മളുടെ ശരീരത്തിന് ഒരു വ്യായാമം കിട്ടണം. എല്ലാവരും കൂടെ ഒന്ന് ചിരിച്ച് സന്തോഷമായിട്ട് സംസാരിക്കണം. ഇവിടെ ഇങ്ങനെയുള്ള സമയത്ത് TV കാണാം, പാട്ട് കേട്ടുകൊണ്ട് അയൺ ചെയ്യാം, പാട്ട് കേട്ടുകൊണ്ട് ജോലി ചെയ്യാം, പുസ്തകം എടുക്കാം, ഇതെല്ലാം കാര്യങ്ങൾ, വീട് വൃത്തിയാക്കാം. ഇതൊക്കെ നമുക്ക് മനസ്സിന് സന്തോഷവും ഈ ജോലിയുടെ കാഠിന്യത്തെ കുറയ്ക്കുകയും സമയത്തെ ലാഭിക്കുകയും ചെയ്യും. നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ കളയാൻ സാധിക്കില്ല. അതേപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് കളയാൻ സാധിക്കില്ല. നമ്മുടെ ബന്ധുക്കളുടെ വീട്ടുകാര്യങ്ങളോ അവരുടെ കല്യാണ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ പോകാതിരിക്കാൻ പറ്റില്ല. കുട്ടിയുടെ പഠിത്തക്കാര്യം ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. അവരുടെ മീറ്റിങ്ങുകൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഇതിനൊക്കെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു അറേഞ്ച്മെൻറ്റ് നടത്തണം. എളുപ്പം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു കഴിവ്. ഒരു കാര്യം ഉണ്ടായാൽ അത് ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അതിനെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു തീർക്കണമെന്നൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് എളുപ്പം കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്, പക്ഷേ അത് പലപ്പോഴും ബുദ്ധിമുട്ടാകും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഏറ്റവും ബെസ്റ്റായിട്ടൊരു ഫ്രണ്ടിനെ കണ്ടിട്ട് അവരെ കൂടെ ഇതിനകത്ത് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച് അവരുടെ ചിന്തയും നമ്മുടെ ചിന്തയും കൂടെ ആകുന്ന സമയത്ത് കാര്യങ്ങൾ വ്യക്തമായി മുന്നോട്ട് പോകാൻ പറ്റുകയും ചെയ്യും. സമയവും തെറ്റും ഇല്ലാതിരിക്കുകയും ചെയ്യും. സമയം ലാഭിക്കാനും സാധിക്കും. അപ്പം അതാണ് നമ്മൾ പ്രയോറിറ്റി നിശ്ചയിക്കുക എന്ന് പറയുന്നത്. പ്രയോറിറ്റി നിശ്ചയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ്റിറ്റ്യൂഡും ഒരു ഹ്യൂമർ സെൻസും മറ്റുള്ളവരെ അനുസരിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയും നമുക്കുണ്ടാകണം. ഒരാൾ ഒരു വണ്ടിയും കൊണ്ടിറങ്ങി കന്യാകുമാരി പോകണം. അയാൾ റൈറ്റ് പോകേണ്ടത് പകരം ലെഫ്റ്റ് അങ്ങ് പോയി. ഒരു ദിവസമായിട്ടും കന്യാകുമാരി ചെന്നില്ല. അപ്പോൾ അയാൾ വണ്ടി നിർത്തി ഇറങ്ങി അടുത്ത ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളീ പോകുന്ന വഴിക്ക് പോയാൽ 2 ദിവസം എടുക്കും. ഞാൻ കാണിച്ചു കഴിയുന്ന വഴിയിൽ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 1 ദിവസം കൊണ്ട് ചെല്ലാം. ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. മറ്റുള്ളവരുടെ സഹായം കൂടിയേ നമുക്ക് കഴിയൂ. അപ്പോൾ അങ്ങനെ ഉപദേശം സ്വീകരിച്ചാലും നമുക്ക് കുറച്ച് സമയം, എല്ലാ കാര്യത്തിനും നല്ല പറഞ്ഞു, ചില കാര്യങ്ങൾ ഉപദേശം സ്വീകരിച്ചാൽ നമുക്ക് സമയവും ലാഭിക്കാൻ കഴിയും. ചോദിക്കാനുള്ള മാനസിക ധാർമ്മിക അവബോധവും പ്രയോറിറ്റി നിശ്ചയിക്കാനുള്ള കഴിവും നമുക്കുണ്ടായിരിക്കണമെന്ന് മാത്രം. ബുദ്ധിമാന്മാർ സമയത്തെ ഭരിക്കും, സമയം വിഡ്ഢികളെ ഭരിക്കും. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.